ബാഹുബലിയിലെ ആ ഒരു സീൻ നമുക്ക് കണ്ടാലോ? റെഡിയാണോ? നല്ലൊരു കൈയടി കൊടുക്കാം നമുക്ക്. സേനാധിപതി സേതുപതിയുടെ വിരലുകൾ ബാഹുബലിയുടെ ഭാര്യ ദേവസേന വെട്ടിയ കുറ്റത്തിന്റെ വിചാരണ രാജമാതാവിന്റെ മുന്നിൽ പണ്ഡിതന്മാരുടെയും പൗരജനങ്ങളുടെയും സാന്നിധ്യത്തിൽ മകിഴ്മതിയുടെ രാജാവ് പൽവാൾ ദേവൻ ഇപ്പോൾ ആരംഭിക്കുന്നതാണ്. ആകട്ടെ, ഇതേപ്പറ്റി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ദേവസേനെ? ഒരു വിചാരണയും കൂടാതെ എന്റെ കൈകളിൽ വിലങ്ങ് വെച്ചിരിക്കുകയല്ലേ? ഞാൻ കുറ്റവാളിയാണെന്ന് നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? ഇതെന്ത് ന്യായം? ഇത് മകിഴ്മതിയുടെ രാജനീതി. നീ തെറ്റുകാരിയല്ലെന്ന് തെളിയും വരെ നീ കുറ്റവാളിയാണ്. കാട്ടാളന്മാരുടെ ഇടയിൽ പോലും ഇങ്ങനെ ഒരു വിചിത്ര നിയമം കാണുകയില്ല. നിങ്ങളുടെ നിയമം ചുട്ട് ചാമ്പലാക്ക്. ന്യായശാസ്ത്രങ്ങൾ കടലിലേക്ക് എടുത്തെറിയ. മാനം കെട്ട ഈ രാജ്യത്തിന് മകിഴ്മതി എന്ന് പേര്. ദേവസേനെ, ഈ മഹോന്നത സാമ്രാജ്യത്തെ പറ്റി ഇനി ഒരു വാക്കെങ്കിലും തെറ്റായി സംസാരിച്ചാൽ ആകാശം മുട്ടുന്ന കോട്ടകൾക്ക് മുകളിൽ മല പോലുള്ള ശില്പങ്ങൾ നിരത്തിയതുകൊണ്ടായില്ല. വിശാലമായ പ്രജാമനസ്സുകളുടെ സ്പന്ദനം അറിയണം. ഇവിടെ ആർക്കും ആ വിവേകവുമില്ല, മഹത്വവുമില്ല. മാനക്കേട്. കേട്ടില്ലേ മഹാരാജ? അങ്ങയുടെ മുന്നിൽ വെച്ച് തന്നെ ഇങ്ങനെ അപമാനിച്ച് സംസാരിക്കുന്നുവെങ്കിൽ അങ്ങയുടെ അഭാവത്തിൽ എങ്ങനെയെല്ലാം സംസാരിച്ചിരിക്കുമെന്ന് ആലോചിക്കൂ മഹാരാജൻ. എന്താ സംഭവിച്ചത്? നീ പറയൂ സേതുപതി. ശിവക്ഷേത്രം ഭക്തജന സമുദ്രമായിരുന്നു മഹാരാജൻ. അപ്പോ ദേവസേന തമ്പുരാട്ടിയും ദർശനത്തിന് വന്നു. അത് അങ്ങ് എഴുന്നള്ളുന്ന സമയമായതുകൊണ്ട് മുഖവാതിൽ കൂടി കടത്തിവിടാതെ അടുത്ത വാതിൽ കൂടെ വരാൻ പറഞ്ഞു. ബാഹു, എന്താ ഇത്? ബാധിക്കപ്പെട്ടവനെ എന്തിനാണ് ഭയപ്പെടുത്തുന്നത്? വഞ്ചകന്മാരുടെ മനസ്സിലുള്ള വിഷം മര്യാദയ്ക്ക് ചോദിച്ചാൽ വെളിയിൽ വരില്ല രാജൻ. നീ പരിധി വിടുന്നു ബാഹുബലി. ഒരു പൂർണ്ണ ഗർഭിണിയുടെ കൈകളിൽ വിലങ്ങ് വെച്ച് വിചാരണ നടത്തുന്ന ഈ സഭ എന്നേ പരിധി വിട്ട് കഴിഞ്ഞു അമ്മേ. പൂർണ്ണ ഗർഭിണിയോ ശിശുവോ വൃദ്ധയോ നീയോ ഞാനോ, വിചാരണാ രീതി ഒന്നു തന്നെ. നടന്നത് എന്താണെന്ന് അറിയുമോ നിനക്ക്? എന്താ നടന്നത് ദേവസേനെ? ശിവക്ഷേത്രത്തിൽ സ്ത്രീകൾ ഒരു വഴിയിലൂടെ പോകാൻ പറഞ്ഞു. ആ സമയത്ത് ഇയാൾ അവരുടെ ദേഹത്ത് കൈവച്ച് തടവി. എന്റെ ശരീരത്തിലും കൈവയ്ക്കാൻ നോക്കി. അവന്റെ വിരലുകൾ വെട്ടി ഞാൻ. നീ ചെയ്തത് തെറ്റ്. സ്ത്രീകളുടെ മേൽ കൈവച്ചാൽ വെട്ടി അരിയേണ്ടത് വിരലുകളല്ല, തലയാണ്. മിന്നൽ കൊടിയേ മണിത്തെരുട്ടി വാരാഗിണി വാളിൻ മുനയ എങ്ങെങ്ങു മുത്തമിട്ടിടും അസുരനോ
നാവിൻ മുനയിൽ മായങ്ങൾ കാമിനി കാട്ടണോ മക്കളെ, ബാഹുബലി പടം രണ്ടാമത് ലൈവായിട്ട് കണ്ടിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്. എന്ത് ഭംഗിയാ നിങ്ങളുടെ എല്ലാവരുടെയും കോസ്റ്റ്യൂംസും, അതുപോലെ എന്താ പറയാ ഈ ഒരു സെറ്റും. നിങ്ങളുടെ സെറ്റ് ആ ഒരു ബോട്ട് കണ്ടപ്പോ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് കേറിയിരുന്ന് അതൊന്ന് എന്താണ് അതിന്റെ അകത്ത് കാണാൻ വേണ്ടിട്ട്. പക്ഷെ നല്ല കിടുക്കനായിട്ട് ചെയ്തു നിങ്ങള്. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഐക്കോണിക് പടമൊക്കെ എടുത്തിട്ട് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് വേറെ ഒരു ലെവൽ ഓഫ് ധൈര്യമാണ്. പക്ഷെ സൂപ്പർ ഹാറ്റ്സ് ഓഫ്. അപ്പം നമ്മുടെ പ്രോത്സാഹന കമ്മിറ്റിയിലേക്ക് നമുക്ക് പോവാം. മണിക്കുട്ടാ മക്കളെ, ഞാൻ ഈ ബാഹുബലി സെറ്റ് കണ്ടിട്ടുണ്ട്. കാരണം മരക്കാർ സിനിമ ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ രാമോജി അവിടെ സ്റ്റുഡിയോയിലായിരുന്നു. അവിടെ ഇപ്പോഴും ബാഹുബലിയുടെ സെറ്റ് അവർ വളരെ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു മ്യൂസിയം പോലെയൊക്കെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ കയറി കണ്ടതാണ്. അപ്പം ഞാൻ അതിലൂടെ നടന്നൊക്കെ പോകുമ്പോൾ ഈ സീൻ എടുത്തതുണ്ട്, അതുപോലെ കപ്പലിൻ്റെ ഇതൊക്കെ ഉണ്ട്. നടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ ഇതൊക്കെ ആ സീൻ എടുത്ത സമയത്ത് നമ്മളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെയാണ് ആ സീൻ എടുത്ത സമയത്ത് അവർ ചെയ്തത് കാണാൻ സാധിക്കുള്ളൂ. ഒരു ആക്ടിങ് സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അന്ന് നടന്നില്ല. ഇന്ന് നിങ്ങൾ ഈ സീൻ റിക്രിയേറ്റ് ചെയ്തപ്പം എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു നിങ്ങൾ. കാരണം അത്ര ആ സെറ്റ് പോലും ഗംഭീരമായിട്ട് ആ സെറ്റ് ഇട്ടു. നിങ്ങളെ ആക്ട് അത്ര മനോഹരമായിട്ട്, ആ റിയലിസ്റ്റിക് ആയിട്ട് ആ ഒറിജിനൽ ആക്ടേഴ്സ് ചെയ്യുന്ന പോലെ അത്ര മനോഹരമായിട്ട് നിങ്ങൾ ചെയ്തു. ഗംഭീരം. പിന്നെ ഈ കോസ്റ്റ്യൂമിലുണ്ടല്ലോ എല്ലാരെയും കാണാനായിട്ട് ആ ഒരു പ്രൗഡി ഉണ്ടല്ലോ, അത് ഗംഭീരമായിട്ട് നിങ്ങൾ ആ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ബോഡി ലാംഗ്വേജും എന്തൊക്കെ. ഞാനിവിടെ നിങ്ങളിന്ന് പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ജു പറയുന്ന പോലെ ഞാനും കുറച്ച് അഭിനയം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗംഭീരായിരുന്നു ചക്രകളെ. ലവ് യു. സൂപ്പർ. എന്തായാലും ബാഹുബലി പൊളിച്ചു. നിങ്ങൾ ഓരോ ക്യാരക്ടേഴ്സും, ബാഹുവും അതുപോലെ ദേവസേനയും രാജമാതയും, നിങ്ങൾ എല്ലാവരും ഭയങ്കര ഡയലോഗ്സ് ഒന്നുമില്ല, പക്ഷെ ആളുടെ റിയാക്ഷൻസ് അടിപൊളിയായിരുന്നു. താങ്ക് യു. അതെ. നിങ്ങൾ ഇത് എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തു? ഇത് എത്ര ദിവസത്തെ എഫേർട്ടാണ്? ശരിക്കും ഇവരുടെ ബോഡിയിലൊക്കെ ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് അതെ മൂവ്മെന്റ് ഒക്കെ. ആ ബോട്ടിന്റെ സ്റ്റിയറിംഗ്, എന്താ സ്റ്റിയറിംഗ്, ഇങ്ങനെയൊക്കെ എന്ത് രസം അതൊക്കെ കാണാൻ. ഇവരൊക്കെ പ്രോസായി, പ്രോസ്. ഇതെങ്ങനെ ഇവരുടെ ബോഡിയിൽ ഇത് വരുന്നു? പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഫ്ലവേഴ്സിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിന് ഒരു വലിയൊരു കൈയടി തീർച്ചയായിട്ടും. ശരിക്കും ഒരു മൂവി കാണുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു ഇവിടുന്ന്. അവർ അതിന് ഇടുന്ന എഫേർട്ട് ഗംഭീര മക്കളെ. അതുപോലെ നിങ്ങളുടെയൊക്കെ ഈ കുന്തിരിക്കം പുകയ്ക്കാണെന്നാണോ പറഞ്ഞത്? എന്നിട്ട് തിരിച്ചു വരുമ്പോ എന്നോടൊരു തള്ളും, എടി അത് കുന്തിരിക്കം പുകയ്ക്കുന്ന വെള്ളം ഒഴിച്ചൊന്നല്ല എന്നത് സ്വന്തം പറയുന്ന എന്നെ പഠിപ്പിക്കണ പോലെ പഠിക്കാൻ നടക്കുന്നത്. എന്നെ ഇന്റലക്ച്വൽ ബാഹുബലി. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നവരെ തലവെട്ടും. ഒരു പാവ ആൺകുട്ടിയുടെ 3 പെൺകുട്ടികൾ ചേർന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നിങ്ങൾ എന്ത് ശിക്ഷയാണ്? ബാഹുബലി പെണ്ണുങ്ങളെ ഗേൾസിനെ സംരക്ഷിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയടാ. ആര്യ, നീ ദുബായിൽ നിന്ന് നമുക്ക് ഒരു അൽ 10 വെച്ച് അടിയോട്ട്. നമ്മുടെ ആദിത്യൻ, ജയാൻ, ആര്യൻ, കനിഷ്ക, യുവി, ഇവരെ ഈ ഒരു കിടുക്കാച്ചി പെർഫോമൻസ് നമുക്ക് ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി കൊടുക്കാം.